വിണ്ണിലെ വിസ്മയങ്ങൾ എന്നും കൗതുകമാണ്, കാഴ്ച വിരുന്നാണ്. അത്തരമൊരു അപൂർവ ദൃശ്യ പ്രതിഭാസത്തിന് ആകാശം വേദിയാവുന്നു. 2025 ഫെബ്രുവരി 28 പ്ലാനറ്ററി പരേഡ് എന്നറിയപ്പെടുന്ന ജ്യോതിശാസ്ത്ര സംഭവം നടക്കും. ഈ സമയത്ത് സൗരയൂഥത്തിലെ 7 ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരേ വശത്ത് എത്തുന്നതിനാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവയെ ഒരേ നിരയിൽ കാണാം. 7 ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന ഈ വിന്യാസം കാണണമെങ്കിൽ ഇനി 2040 വരെ കാത്തിരിക്കണം. എന്താണ് പ്ലാനറ്ററി പരേഡ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ, യുറാനസ്, ബുധൻ എന്നീ 7 ഗ്രഹങ്ങളാണ് പ്ലാനറ്ററി പരേഡിൽ ഒരു നിരയിലെത്തുന്നത്. ഗ്രഹവിന്യാസങ്ങൾ സാധാരണമാണെങ്കിലും ഒരേ സമയത്ത് 7 ഗ്രഹങ്ങൾ ദൃശ്യമാകുന്നത് വളരെ അപൂർവമാണ്. ഗ്രഹങ്ങൾക്ക് ത്രിമാന ഭ്രമണപഥങ്ങൾ ഉള്ളതിനാൽ സാധാരണയായി അവ കൃത്യമായി വിന്യസിക്കപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 പ്രത്യേകമാകുന്നത്? 2025 ജനുവരിയിൽ ആരംഭിച്ച ഈ ഗ്രഹവിന്യാസം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയാണ് ഫെബ്രുവരി 28. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ക്രമീകരണം പൂർണ്ണമാകുന്ന ദിവസമാണ് ഫെബ്രുവരി 28. സൂര്യനോട് അടുത്തായതിനാൽ സാധാരണയായി ബുധനെ കാണാൻ പ്രയാസമാണ്. എന്നാൽ ഫെബ്രുവരി 28 സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ബുധനെയും കാണാനാകും. 2025 മാർച്ച് 3 വരെ ഇന്ത്യയിൽ ഈ ആകാശ കാഴ്ച കാണാം. ഇന്ത്യയിൽ ഈ വിസ്മയം കാണാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഈ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം 3/4 മണിക്കൂറോളമാണ് ഇതിനെ കാണാനുള്ള ഉചിതമായ സമയം. പരമാവധി കാഴ്ച ഉറപ്പാക്കാൻ പ്രകാശം കുറവുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നതാകും നല്ലത്. ഫെബ്രുവരി 28 ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം എന്നീ 4 ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. എങ്കിലും സൂര്യനുമായുള്ള സാമീപ്യം കാരണം ശനിയെ കണ്ടെത്തുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. യുറാനസും നെപ്റ്റ്യൂണും കൂടുതൽ ദൂരെയായും മങ്ങിയതായും കാണപ്പെടുന്നതിനാൽ ശരിയായ കാഴ്ചയ്ക്ക് ബൈനോക്കുലറുകളോ ടെലസ്കോപ്പോ ഉപയോഗിക്കേണ്ടി വരും. ആകാശ വിസ്മയങ്ങളുടെ വർഷമായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം അറിയിച്ചിരിക്കുന്നത്. അതിൽ ചന്ദ്രഗ്രഹണം, ഉൽക്കാവർഷം എന്നിവ മുതൽ സൂപ്പർ മൂൺ വരെ ഉൾപ്പെടും. അത്ഭുതത്തിന്റെയും വിസ്മയത്തിന്റെയും അനുഭവങ്ങൾക്കായി ആകാശപ്രേമികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്.